الحمد لله منزل القدر بعد اليأس ومخرج الناس من شدة البأس الذي خشت له الجبال الراسية والصخور القاسية نحمده على آله وأشكره لحسن بلائه وأسأله أن يزدنا من نعمائه وأشهد أن لا إله إلا الله وحده لا شريك له له الخلق والأمر ولي بهن هو الضر وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وبشر المؤمنين بأن لهم من الله فضلا كبيرا اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا أما بعد فإن أصدق الكلام كلام الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس عباد الله أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. ومن آياته يريكم البرق خوفا وطمعا وينزل من السماء ماء فيحيي به الأرض بعد موتها إن في ذلك لآيات لقوم يعقلون. يا റഹ്മാനുള്ള വിശ്വാസികളെ സൃഷ്ടികർത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പഠിച്ച് മനസ്സിലാക്കിയതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി ലോകത്തും വിജയം കൈവരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരാൻ പരിശ്രമിക്കണേ എന്ന് ആദ്യമായി സ്വന്തത്തോളം പൂർണ്ണങ്ങളും ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുകയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായി ഇതിൽ നയിച്ച് നാളെ പരലോകത്ത് വിജയം കൈവരിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ നമ്മയെല്ലാം ഓർമ്മപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് അതിശക്തമായി കോരിച്ചൊരിയുന്ന മഴ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. മഴക്കെടുതികൾ, അപകടങ്ങൾ അത് തുടർ കഥകളാവുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ്. മഴയുടെ വിഷയത്തിൽ അനുകൂലിച്ചും അതുപോലെ പ്രതികൂലിച്ചും ജനങ്ങളെ വാചാലമായി സംസാരിച്ചുകൊണ്ട് എന്നാൽ വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഏതൊരു വിഷയത്തിലും എന്ന പോലെ മഴയിലും ചില പാഠങ്ങളുണ്ട്, ചില വിഷയങ്ങൾ പഠിക്കാൻ. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന മഴ മനുഷ്യനോട് പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. മഴ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തവും അനുഗ്രഹവും. അതിൽ വിശ്വാസിക്ക് ധാരാളം ഗുണപാഠങ്ങളുണ്ട് എന്ന് സൂചിപ്പിച്ചു. അല്ലാഹു മനുഷ്യനോട് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞ വിഷയമാണ് മഴ. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഭയവും ആശയും ഉളവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തരുന്നതും
وينزل من السماء ماء فيحيي به الأرض بعد موتها. അതുപോലെ ആകാശത്തിൽ നിന്ന് വെള്ളം ചൊരിയുകയും അതുപോലെ ഭൂമിയിൽ അതിന്റെ നിർജീവ അവസ്ഥയ്ക്ക് ശേഷം ജീവൻ നൽകുകയും ചെയ്യുന്നത് അവന്റെ വൃത്താന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. അതുപോലെ ഒരുപാട് ആയത്തുകൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഈ അള്ളാഹുവിന്റെ വൃത്താന്തവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിച്ചെടുത്ത് നമുക്ക് കാണുന്ന ഒരു വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഒന്നാമതായി നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിനെ ഓർമ്മപ്പെടുത്തുന്നു ഈ മഴ, അല്ലെ? ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന മഴ അത് നമ്മെ നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുല്ലദീ അർസല റിയാഹ ഫതുസീറു സഹാബൻ ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ ഫഅഹ്യയ്നാ ബിഹിൽ അർദ ബഅദ മൗതിഹാ കദാലിക നുശൂർ. അതായത് അല്ലാഹുവാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കാറ്റുകളെ അയച്ചവൻ. അല്ലാഹു അങ്ങനെ അവന്റെ ആ മേഘത്തെ ഇളക്കി വിടുകയും എന്നിട്ട് ആ മേഘത്തെ സജീവമായി നാടുകളിലേക്ക് നാം തെളിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. അത് മുഖേന നിർജീവാവസ്ഥയിലായിരുന്ന ഭൂമിയെ നാം സജീവമാക്കുന്നു. അപ്രകാരത്തിലാണ് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ വ്യക്തി വരേണ്ട നിർജീവമായ ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിക്കുന്ന അതേ പലരും അടക്കം പറഞ്ഞ എത്ര ഭൂമിയാണ് അതേ അതിലേക്ക് മഴവെള്ളം പതിക്കുന്നതോടുകൂടി വീണ്ടും അത് സജീവമായി കൊണ്ടിരിക്കുന്നു എന്നതുപോലെ തന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ നിഷേധിക്കുന്നവർക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ ഇതിലും വലിയ ഒരു തെളിവ് എന്തുവാണെന്നതുകൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു ജീവിതം, ആ ജീവിതത്തിന് ശേഷം ഒരു മരണമുണ്ട്. ആ മരണത്തിന് ശേഷം അതേ പിന്നെ വീണ്ടും നമുക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ എല്ലാത്തിന്റെയും അടക്കമുള്ള ഒരു ജീവിതത്തിന്റെ ഒരു അവസ്ഥ നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. ആ ഒരു മഴ പോലെയാണ് അതിങ്ങനെ വളരെ ഗംഭീരമായി നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോ അതിന്റെ ആസ്വാദനങ്ങളിലും അതിന്റെ പിന്നെ എന്താ പറയാ തണുപ്പിലും അതേപോലെ തന്നെ കാറ്റിലുമൊക്കെ നാം സുഖം ആസ്വദിക്കുമ്പോ ജീവിതത്തിൽ നാം അതുപോലെയൊക്കെ ഒരുപാട് വിഷയങ്ങളെ ആസ്വദിക്കുകയും അനുഭവിക്കുകയും അതേപോലെ തന്നെ ആത്മാദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേകമായ കാഴ്ചയായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം, ഈ ജീവിതത്തിന്റെ അവസാനം എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടുള്ള വല്ലാത്തൊരു ജീവിതമുണ്ട്, പരലോകം എന്ന ജീവിതം. അവിടുന്ന് അങ്ങോട്ട് വിചാരണയുണ്ട്, അഥവാ ഒരു മഹശറയുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതൊക്കെ ചിന്തിക്കാനും അത് ആലോചിക്കാനും പറ്റിയ ഏറ്റവും നല്ലൊരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. രണ്ടാമത്തെ വിഷയം, മഴ പോലെയാണ് മനുഷ്യ ജീവിതം. അല്ലാഹു ഇഹലോകത്തെ മനുഷ്യ ജീവിതത്തെ ഉപമിച്ചത് മഴയോടാണ്. നാം ഓതി വെച്ച ആയത്തിൽ കാണാം സൂറത്തില് വദ്രിബ് ലഹും മസൽ ഹയാത്തിദ് ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരിച്ചത് ആ രൂപത്തിലാണ്, മഴയോടാണ് ഈ ഐഹിക ജീവിതത്തെ ഉപമിച്ചത് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ആ ഭൂമിയിൽ സസ്യങ്ങളെ ഇടകലർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളർത്തിക്കൊണ്ടുവരുന്നു. അതേ അങ്ങനെ താമസിയാതെ അത് കാറ്റുകൾ പരത്തി കളയുന്ന എന്താ പറയാ തുരുമ്പാക്കി തീർക്കുന്നതിന് പഠിപ്പിക്കുന്നു. അതെ, അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന് പഠിപ്പിക്കുകയാണ്. ഏത് നിമിഷവും ഒരു കാറ്റടിച്ചാല് അല്ലെ സംഭവിക്കുന്ന അങ്ങനെ നുരമ്പിപ്പോകാവുന്ന ആയുസ് മാത്രമേ എല്ലാത്തിനും ഉള്ളൂ. അതേ, നമ്മുടെ നമ്മൾ അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്ന പലതുമുണ്ടല്ലോ, അതേ മഴയത്ത് മുളച്ച സസ്യങ്ങൾ പോലെയാണ്. അതിനാൽ ഐഹിക ജീവിതങ്ങളിൽ മതിമറക്കേണ്ടവരോ അതിനുവേണ്ടി മാത്രം ജീവിതം ഹോമിക്കേണ്ടവരോ അല്ല നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോക ജീവിതം വെറും അലങ്കാരം മാത്രമാണെന്ന് യാഥാർത്ഥ്യം ശേഷമുള്ള ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ആ സമ്പത്തും സന്താനങ്ങളും ഒക്കെ ഈ ഐഹിക ലോകത്തെ അലങ്കാരങ്ങളാണെന്ന് പഠിപ്പിച്ചു. അല്ലാഹു മറ്റൊരിടത്തും അതേപോലെ വിശദീകരിച്ചിട്ടുണ്ട്. അന്നമൽ ഹയാത്തിദ് ദുനിയ ലഹീബുൻ വലഹുവൻ
സീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. അങ്ങനെ ബന്ധം പറയാണ് കമസലി ഗൈസിൻ ആജബൽ കുഫാർ നബാതുഹു. അതേ മഴയുടെ വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ് അവിടെയും ആ ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത്. ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ അഹങ്കാരത്തിന്റെയും അതേപോലെ തന്നെ അഭിമാനത്തിന്റെയും ദുരഭിമാനത്തിന്റെയും ഒക്കെ മേഖലകളെ തിരിച്ചറിയുകയാണ്. ഒരിക്കലും ആളുകൾക്ക് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ഞാൻ പോലെയാണ് എന്ന എന്ന നാട്ടത്തിലേക്ക് പലപ്പോഴും കടന്നു പോവുകയാണ് ആളുകൾ. അതുകൊണ്ട് തന്നെ അല്ലാഹു ആയത്ത് അവസാനിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് കാണാം, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. വഞ്ചിക്കപ്പെടുന്ന ചരക്കല്ലാതെ ഉപമല്ലാതെ ഈ ഐഹിക ലോകത്ത് ഒന്നുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതായത് മഴയത്ത് മുളച്ചു പൊങ്ങുന്ന ആ വിളകളുണ്ടല്ലോ, കർഷകനെല്ലാം സന്തോഷിപ്പിക്കുന്നത് പോലെ ഇഹലോക ജീവിതവും അതിലെ വിഭവങ്ങളും മനുഷ്യനെ കൊതിപ്പിക്കുകയാണ്. എന്നാൽ പിന്നീട് അത് മഞ്ഞനിറമായി നശിക്കുന്നത് പോലെ നാം വെട്ടിപ്പിടിച്ചതും തട്ടിയെടുത്തതും പലതും നമുക്ക് നഷ്ടപ്പെടുമെന്നാണ് പഠിപ്പിക്കുന്നത്. ഏത് നിമിഷവും നശിക്കാവുന്ന വിഭവമായ ഇഹലോകത്തിന് വേണ്ടി ഉഹലോകത്തിന് പരലോകത്തിന് വേണ്ടി പണിയെടുക്കണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തിയാണ് അല്ലാഹു ആയത്തിന്റെ അവസാനത്തിൽ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നാം അത് കൃത്യമായി ഉൾക്കൊള്ളണം. ഇത്തരം സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെ ഒരു 2 മാസം മുമ്പ് എങ്ങനെയായിരുന്നു നമ്മളൊക്കെ അല്ലെ, ചൂട് കൊണ്ട് സഹിക്കാൻ കഴിയാതെ AC ഇട്ടാൽ പോലും നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കടന്നു വന്നുവെങ്കിൽ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലേക്ക് സംവിധാനിച്ചുവെങ്കിൽ ആ രണ്ടിനെയും തുറൻ ചെയ്തുകൊണ്ട് പഠിക്കാനും ഇത്രയുള്ള നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാനുമുള്ള ഒരു ദൃഷ്ടാന്തമായി കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങളെ, മഴ അത്ഭുതമാണ്, മഴ വർഷിക്കുന്നത് അത്ഭുതമാണ്, അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തമാണ്. ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നീരാവിയായി പോകുന്നത് വല്ലത്തോലും ഉപ്പുരസമുള്ള കടൽ ജലത്തിൽ നിന്നാണ് നമുക്കറിയാം അല്ലേ. എന്നാൽ ഭൂമിയിലേക്ക് മഴയായി വരുന്നതോ ശുദ്ധമാക്കപ്പെട്ട വെള്ളമാണ്, ശുദ്ധമായ വെള്ളമാണ്. സമുദ്രത്തിലെ ഉപ്പുരസമുള്ള ജലം മനുഷ്യരടക്കമുള്ള സകല ജീവജാലങ്ങൾക്കും ഉപകാരപ്രദമായ രൂപത്തിൽ ലഭ്യമാകുന്നതിന് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച അത്ഭുത പ്രതിഭാസമാണ് മഴ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പുറകില് അല്ലാഹുവിന്റെ അപാരമായ കഴിവിന് ആ കഴിവിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. വല്ലാത്തൊരു വാചകമാണ് ആയത്ത് അല്ലേ. എന്താണ് ആയത്ത് അറിയോ? മഴ പെയ്യുന്നതിനെ കുറിച്ചുള്ള ശാസ്ത്രീയവും സുന്ദരമായ ആ ഒരു ഖുർആനിക വചനം അത് ഇങ്ങനെയാണ്: അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد ويصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالابصار. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ ഏകമായ ഒരു വചനം, മേഘത്തെ ചലിപ്പിക്കുന്ന, അതിന്റെ ചിന്തുകളെ കുത്തിയൊലിപ്പിക്കുന്ന, പിന്നീട് അതിനെ കനപ്പിക്കുന്ന, അതിൽ നിന്ന് കുത്തിയൊലിക്കുന്ന, വെള്ളമൊഴുക്കുന്ന, ആലിപ്പഴം വർഷം നടത്തുന്ന, കണ്ണ് തട്ടിപ്പറിക്കുമാറ് മിന്നൽ അടുപ്പിക്കുന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള പരാമർശമാണ് ഈ സൂക്തം ഉൾക്കൊള്ളുന്നത്. ഏത് നിഷേധിക്കും, ഏത് നിരീശ്വരവാദിക്കും കൃത്യമായി പറഞ്ഞു കൊടുത്താൽ അവിടെ അന്തം വിട്ടുപോകുന്ന, സ്തംഭിച്ചു പോകുന്ന, ഉത്തരം കിട്ടാതെ പോകുന്ന വല്ലാത്തൊരു വാചകമാണ് ആയത്ത് അല്ലേ, വല്ലാത്തൊരു വചനമാണ് ആയത്ത്. അത് നമ്മെ കൃത്യമായി ഉൾക്കൊള്ളിപ്പിക്കുന്നുണ്ട് ആ വചനത്തിലൂടെ. അത് ഏത് യുക്തിവാദിയെയും മുട്ടുകുത്താൻ മാത്രം, അവന്റെ മനസ്സിനെ ചിന്തിപ്പിക്കാൻ മാത്രം അല്ല, സംവദിച്ചാൽ മാസങ്ങളോ വർഷങ്ങളോ ആയുസ് മുഴുക്കയോ ആയത്ത് മാത്രം പിടികൂടുന്ന, മനസ്സിൽ ഒരിക്കൽ മാറിപ്പോകാത്ത ഒരു വചനമാണ് ഈ ഒരു ആയത്ത് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഇന്നത് ചെയ്യുന്നത് നീ കാണുന്നില്ലേ എന്നാണ് ആ ആയത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ ചോദിക്കുന്നത്. അലംതറ എന്ന് പറഞ്ഞുകൊണ്ട്, നീ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് കൊണ്ട് തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ നാം മനസ്സിലാക്കണം, മഴ എന്നത് അല്ലാഹുവിന്റെ ഭാരമായ അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. മഴ, അത് ആ മഴവെള്ളം എന്നത് പരിശുദ്ധമായ വെള്ളമാണ്.
വഅൻസൽനാ മിനസ്സമാഇ മഅൻ തഹൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിലോകത്തേക്ക് ഇറക്കുന്ന വെള്ളത്തെ പറ്റി പറഞ്ഞതാണ് ആകാശത്തിൽ നിന്ന് ശുദ്ധമായ വെള്ളം നാം ഇറക്കുകയും ചെയ്തു എന്നതാണ്. ശുദ്ധമായ വെള്ളമാണ് ഇറക്കി തന്നത്. അതോടൊപ്പം തന്നെ മഴ അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ ഒരു വിഷയം കൂടിയാണല്ലോ വെള്ളം. അനുഗ്രഹീതമായ വെള്ളം എന്ന് കൂടി ആ ആയത്തിലൂടെ സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ ജീവജാലങ്ങൾ നിലനിൽപ്പ് വെള്ളത്തിലാണ്, ജലത്തിലാണ്. നമുക്കറിയാം മനുഷ്യന്റെയും മറ്റു ജീവജാലങ്ങളെല്ലാം എല്ലാത്തിന്റെയും നിലനിൽപ്പ് വെള്ളത്തിലൂടെയാണ്. ജീവജാലങ്ങളും സസ്യങ്ങളെയും എല്ലാം നിലനിൽപ്പ് ജലത്തിലാണ് എന്നതാണ്. സൃഷ്ടാവായ അല്ലാഹു എന്ന മഹത്തായ അനുഗ്രഹമായ മഴ ഭൂമിയിലേക്ക് ചൊരിഞ്ഞത് കൊണ്ടാണ് ഇവിടെ സമൃദ്ധമായി ജലമുണ്ടായത്. അതുകൊണ്ടാണ് ജീവജാലങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നതും സസ്യങ്ങൾ വളർത്തുന്നതും വളരുന്നതും എന്നതുകൂടി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഴ സഹായമാണ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇറങ്ങി തിരിച്ചവരെ മഴ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചിട്ടുണ്ട്. ബദറിന്റെ രണഭൂമിയിൽ പലപ്പോഴും കേട്ട് പഠിച്ച ഒരു വചനം കൂടിയാണല്ലോ. ബദറിന്റെ രണഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹവും ആശ്വാസവും നിർഭയത്വമായിരുന്ന ആയി നൽകിയപ്പെട്ട ആ മഴയെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. ആമനതം മിൻഹു വയനസിലു അലൈക്കും മിനസ്സമാഇ മാഅൻ ലിയുതഹിറകും ബിഹി വയദ്ഹിബ അൻകും الرجس الشيطاني وليربط على قلوبكم ويثبت به الأقدام. അവരുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്താൻ അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള മനഃശാന്തിയും അതേപോലെ തന്നെ ആ നിലയ്ക്ക് നിങ്ങളെ നിദ്രമയക്കൊണ്ട് ആവരണം ചെയ്തിരുന്ന സന്ദർഭത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടെന്ന് പറയാണ്. നിങ്ങളെ ശുദ്ധീകരിക്കുന്നതിനും നിങ്ങളിൽ നിന്ന് പിശാചിന്റെ ദുർബോധനം അതിന്റെ പാദങ്ങളെ പിൻപറ്റുന്നതിനും അതേപോലെ തന്നെ മനസ്സുകൾക്ക് കെട്ടുറപ്പ് നൽകുന്നതിനും വേണ്ടി അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ ആകാശത്തിന് വെള്ളം ചൊരിഞ്ഞത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു വാചകം. അവിടെ വിശ്വാസികൾക്ക് അല്ലാഹു സഹായകമായി കൊണ്ട് മഴ വർഷിച്ചു എന്ന് പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിരാശയ്ക്ക് ശേഷമുള്ള ഒരു സന്തോഷമാണ് മഴ. അല്ലെ, നീണ്ട വേനൽക്കാലത്തിന് ശേഷം അല്ലെ നോക്കൂ, നിങ്ങൾ കിണറും തോടും ശിലാശയങ്ങളും പറ്റി വരേണ്ട നിരാശ മൂടി നിൽക്കുമ്പോ നമുക്ക് സമാധാനവും കാരുണ്യവുമായി കൊണ്ട് അല്ലാഹു നൽകിയതാണ് ഈ മഴ. وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته وهو الولي الحميد. നോക്കൂ, നിങ്ങളെ മനുഷ്യൻ നിരാശപ്പെട്ട് കഴിഞ്ഞ ശേഷം മഴ വർഷിപ്പിക്കുകയും തന്റെ കാരുണ്യം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നവൻ അവനെ തന്നെയാകുന്നു എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ വല്ലാത്തൊരു എന്താ പറയാ നിരാശയ്ക്ക് ശേഷമുള്ള ഒരു സന്തോഷമാണ് എന്നതുകൂടി കൃത്യമായി നമ്മെ പഠിപ്പിക്കുമ്പോൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഈ രൂപത്തിൽ മഴ വർഷിപ്പിക്കാൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ് എന്നും അല്ലാഹുവിന് മാത്രം സാധ്യമാകുന്ന അവന്റെ വിശേഷണത്തിൽപ്പെട്ടതാണ് മഴ വർഷിപ്പിക്കുക എന്നുള്ളതും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതും. അല്ലദീ ജഅലകുൽ അർദ ഫിറാശ, അല്ലാഹു ഭൂമിയെ നിങ്ങൾക്ക് മെത്തയാക്കി തന്നിരിക്കുന്നു, ഒരു വിരിപ്പാക്കി തന്നിരിക്കുന്നു. വഅസ്സമാഇ ബിനാഅ, അതേപോലെ ആകാശത്തെ ഒരു വെടുപ്പാക്കി തന്നിരിക്കുന്നു. വഅൻസല മിനസ്സമാഇ മാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു തന്നു. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, അതുപോലെ നിങ്ങൾക്ക് കായ്കനികൾ ഉൽപ്പാദിപ്പിച്ചു തന്നു. ഫലാ തജഅലു ലില്ലാഹി അൻതാദാ വഅൻതും തഅലമൂൻ, എന്നിട്ടും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്നില്ലേ? ഫലാ തജഅലു, പങ്കു ചേർക്കാൻ പാടില്ല. എന്നിട്ടും നമ്മൾ നാട്ടിൽ പറയുന്നത് യാ കുതുബ അഹ്ലിസ്സമാ വൽഅർദി റൗസഹുമാ യാ ഫൈദൈനൽ ഹുദൂദൈഹിം വഗൈസഹുമാ, എന്താ പറയുന്നത്? ഭൂമിയിൽ അരുവിയും പുഴയും മഴയും ഒരുക്കുന്ന മഹാനെ എന്ന് വിളിച്ചുകൊണ്ട് യാ കുതുബ അഹ്ലിസ്സമാ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശഭൂമി അച്ഛനുണ്ടായവന് മുഹീദിശയാണ് മഴ വർഷിപ്പിക്കുന്നത് പറയുന്ന ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിലും സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം, ആരാണ് മഴ വർഷിപ്പിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അടിവരട്ട് പഠിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള മഴ വർഷിപ്പിക്കുന്ന, ഭൂമിയെ മെച്ചയാക്കി തന്ന, വിരിപ്പാക്കി തന്ന, ആകാശത്തിൽ എടുപ്പാക്കി തന്ന, നോക്കൂ നിങ്ങൾ, അതേ ആകാശത്തിൽ മഴ വർഷിപ്പിച്ചു തന്ന ആ അല്ലാഹു സുബ്ഹാനഹു വ
തആല അതിലൂടെ കായികങ്ങൾ ഉറപ്പിച്ചു തന്ന ആ റബ്ബിൽ നിങ്ങൾ സമന്മാരെ പങ്കുകാരെ ചേർക്കുക എന്നത് അത് വല്ലാത്തൊരു എന്താ പറയാ നന്ദികേടിന്റെ അല്ലെ ഏറ്റവും വലിയ ശിർക്കിന്റെ പ്രവർത്തനങ്ങളിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് കൂടി നാം വിലയിരുത്തേണ്ടതുണ്ട്. അള്ളാഹു ഈ കാര്യം ചിന്തിക്കാനുള്ള ചോദ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എത്രയോ തവണ കേട്ട് പരിചയമുള്ള ആയത്തല്ലേ. അതെ, നിങ്ങളാണോ മേഘത്തിൽ നിന്ന് വർഷിപ്പിച്ചത്? നാമാണോ ചോദിക്കാണ്. ആ വെള്ളത്തെ നാം എങ്ങാനും അതേ കയ്പുള്ള സ്വാദുള്ള ഉപ്പുവെള്ളമാക്കുമായിരുന്നു എന്നിട്ടും നിങ്ങൾ എന്താ നന്ദി കാണിക്കാത്തത് എന്ന് ചോദിക്കുന്ന ഒരു വല്ലാത്തൊരു ചോദ്യമുണ്ട് വിശുദ്ധ ഖുർആനില്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം, പറ്റിയാൽ ജലം എന്ന ഈ അത്ഭുത പ്രതിഭാസം അത് ഉണ്ടാക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല. അതേപോലെ തന്നെ മനുഷ്യൻ ശുദ്ധജലം ലഭിക്കാനുള്ള ഏക സ്രോതസ് എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് ചൊരിയുന്ന മഴ മാത്രമാണ്. ആ മഴവെള്ളം പിടിച്ചു വെക്കുകയും ഭൂമിയിലും അതുപോലെ തോടുകളും കിണറുകളും ഒക്കെ ആയിക്കൊണ്ടത് പിടിച്ചു വെച്ചുകൊണ്ട് പിന്നീട് എന്താക്കുന്നു, ആ വെള്ളത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അതിനാൽ ഈ മഴവെള്ളം പാഴ്ജലമായിരുന്നെങ്കിൽ അവയെ മാറ്റി ശുദ്ധജലം നൽകാൻ ഏതൊരു ശക്തിക്കാണ് സാധ്യമാകുക എന്നതുകൂടി ചോദ്യചിഹ്നമാണ്. ഏത് സത്യനിഷേധിയും നിരീശ്വരവാദിയും ഈ വിഷയത്തിന് മുമ്പിൽ നിസ്സഹായനാണ് എന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം, അനുഗ്രഹീതമായി ലഭിച്ച മഴ അത് ശിക്ഷയുമാവാം. ആ മഴ ശിക്ഷയാവാം. അനുഗ്രഹീതമായി പെയ്തിറങ്ങുന്ന മഴയെ തന്നെ ശിക്ഷയാക്കി മാറ്റാനും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നൂഹ് നബി ജനതയെ പ്രളയക്കെടുതിയാൽ നശിപ്പിക്കുകയുണ്ടായ ചരിത്രം നമുക്കറിയാം. സമൃദ്ധമായ വെള്ളത്താൽ അനുഗ്രഹീതമായ സഭാഗോത്രം ആ നാടിനെ വെള്ളം കൊണ്ട് തന്നെ നശിപ്പിച്ചതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലേ, അവർക്ക് വലിയൊരു ഡാമൻ ഉണ്ടായിരുന്നു. അതിന് സമൃദ്ധിയായിക്കൊണ്ട് വെള്ളം കിട്ടിയിരുന്നു. അവർക്ക് 2 തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ തോട്ടത്തിലേക്ക് ആവശ്യമായ വെള്ളം അവർക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആ റബ്ബ് പറഞ്ഞ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിച്ചപ്പോൾ എന്തായി? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നശിപ്പിച്ചു. അവിടെയുള്ള കായ്കനികളൊക്കെ എന്താക്കി? വാഗമരവും കയ്പുള്ള മറ്റു മരങ്ങളും ഒക്കെ ആയിക്കൊണ്ട് അല്ലാഹുവിற்கு അതിന് പകരമായി ശിക്ഷയായിക്കൊണ്ട് കൊടുത്തതായിക്കൊണ്ട് നമുക്ക് സൂറത്ത് സബയിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് വിശ്വാസികളെ നാം മനസ്സിലാക്കണം, മഴ അത് ശിക്ഷയായിക്കൊണ്ട് കടന്നു വരാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയെ വജഅൽനാ ആദിയഹ സാഫിലഹ വഅംതർനാ അലൈഹിം ഹിജാറതൻ മിൻ സിജീൽ. അല്ലേ, അവരെ ചൂളവെള്ളം കൊണ്ടുള്ള പ്രത്യേകമായ ഒരു മഴ അവരെ വർഷിപ്പിച്ചതായിക്കൊണ്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയായിക്കൊണ്ടും ഈ മഴയെ പറ്റി പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കണം, നമ്മൾ നന്ദിയുള്ളവരായി തീരേണ്ടവരുണ്ട്. അല്ലാഹു നൽകുന്ന ഓരോ അനുഗ്രഹവും അത് മനുഷ്യർക്കുള്ള പരീക്ഷണമായിട്ടാണ് വിശ്വാസി കണക്കാക്കേണ്ടത്. അതിനാൽ മഴ അടക്കമുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം വളരെ ശ്രദ്ധേയമാണ്. ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അശ്കുറു അം അക്ഫുർ. നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ടോ, നന്ദികേടാണോ കാണിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം ഇത് പഠിപ്പിക്കുമ്പോൾ നാം ആലോചിക്കേണ്ടതും നാം കൃത്യമായി ഉൾക്കൊള്ളേണ്ടതും വളരെ ശ്രദ്ധേയമായിക്കൊണ്ടാണ് പഠിപ്പിച്ചത്. നന്ദികേട് കാണിച്ചാൽ ഈ മഴ തടയാൻ അല്ലാഹുനാകും. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കനാഹു ഫിൽ അർദ്. അല്ലാഹു തന്നെ നീക്കി ഒഴിവാക്കി തരുന്നവർക്ക് ഒഴിവാക്കുന്നവർ ആ തടഞ്ഞു വെച്ച വെള്ളത്തെ ആർക്കാണ് കൊണ്ടുവരാൻ കഴിയുക? ചോദ്യമായി കൊണ്ട് പറയുന്നത് വിശുദ്ധ ഖുർആനിലൂടെ കാണാൻ സാധിക്കും. അപ്പൊ വെള്ളം കുറയുന്നതിന്റെ പ്രയാസങ്ങളും വെള്ളം കൊണ്ടുള്ള കെടുതികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വെള്ളത്തിന്റെ സിദ്ധാവായ ആ റബ്ബിന് കൂടുതൽ വഴിപ്പെടുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസം അതിൽ പ്രധാനമാണ്. അനുഗ്രഹങ്ങളിലൂടെ അവിശ്വാസികളായി നാം മാറാൻ പാടില്ല. അതേ ഹുദൈബിയ എന്താ പറയാ, പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരു ഘട്ടമുണ്ടായിട്ടുണ്ട്. അവിടെ ആ ഒരു സന്ദർഭത്തില് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും രാത്രി അന്ത്യയാമത്തില് പിന്നെ ആ ഒരു യുദ്ധത്തിന്റെ താവളത്തിൽ വെച്ചുകൊണ്ട് സ്വഹാബികൾക്കെല്ലാം ക്ലാസ്സെല്ലാം എടുത്തു കഴിഞ്ഞ് അവർ വിശ്രമിക്കാൻ പോയി. പ്രഭാതമായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയം അവതരിപ്പിക്കുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.
വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ട ഒരു വിഷയം കൂടിയാണ്. നമ്മളൊക്കെ പറയാറുണ്ട് ഇന്ന ഞാറ്റുവേലക്കാരനാണ് മഴ കിട്ടിയത് എന്ന്. അതെ, അങ്ങനെ പറഞ്ഞു പോകുന്ന ആളുകളെ കാണാൻ സാധിക്കും. വിശ്വാസം അതിപ്രധാനമാണ് എന്നതുകൂടി നാം കൃത്യമായി ഉൾക്കൊള്ളേണ്ടതുണ്ട്. അള്ളാഹു മഴ വർഷിപ്പിക്കുമ്പോൾ അവർ പറയും ഇന്ന ഇന്ന നക്ഷത്രമാണ് അതിന് നിമിത്തമെന്ന്. മഴ പെയ്യിക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. മഴ പെയ്യാൻ സീസണുകളും ശാസ്ത്രീയമായ ചില കാരണങ്ങളും നിമിത്തങ്ങളായി അള്ളാഹു നിശ്ചയിച്ചു എന്ന് മാത്രം. പക്ഷേ ഈ കാരണങ്ങളാണ് മഴ പെയ്യുന്നത് എന്ന വിശ്വാസം കുഫ്റാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് വാക്കുകൾ പോലും സൂക്ഷിക്കണമെന്നാണ്. കർക്കിടക മാസമായതിനാലാണ്, ഇന്ന ഞാറ്റുവേല കൊണ്ടാണ്, ഇന്ന ന്യൂനമർദ്ദം കൊണ്ടാണ് മഴ ലഭിച്ചത് എന്നൊക്കെയുള്ള വാക്കുകൾ കുഫ്റിന്റെ പ്രയോഗമാണെന്ന് മനസ്സിലാക്കണമെന്നർത്ഥം. ഒരിക്കൽ മഴ പെയ്ത രാവിലെ സത്യമായി ബന്ധപ്പെട്ട് ആ സൂര്യ നമസ്കാരത്തിന് ശേഷം സ്വഹാബിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പ്രവാചകൻ ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങളെ റബ്ബ് എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് അറിയുമോ? അല്ലാഹു റസൂലുമാണ് ഏറ്റവും അറിവുള്ളവനെന്ന് സ്വഹാബത്ത് പറഞ്ഞ പലി പറയാണ്: എന്റെ അടിമകൾ ചിലരെ എന്നെ നിഷേധികളായുമാണ് ഇന്ന് നേരം പുലർന്നത് എന്ന് പറഞ്ഞു. എന്നൊരു വിശ്വാസം പറയാണ് ഇന്ന ഞാറ്റുവേലക്കാരനാണ് മഴ പെയ്തെന്ന് പറഞ്ഞവൻ അവൻ കാഫിറാണ്. ഇന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് മഴ കിട്ടിയതെന്ന് പറഞ്ഞവൻ അവൻ മുഅ്മിനാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം അത് വളരെ പ്രധാനമാണെന്ന് മനസ്സിലാക്കണം. മഴയെ പഴിക്കാൻ പാടില്ല, ശപിക്കാൻ പാടില്ല. നിങ്ങളുടെ കാലത്തെ പഴിക്കരുത്. കാരണം അല്ലാഹുവാണ് കാലമെന്ന് കൃത്യമായി പഠിപ്പിച്ചു. അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരോ സന്ദർഭത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങളാവട്ടെ, എന്തൊക്കെ സൗകര്യങ്ങളാവട്ടെ, എന്തൊക്കെ അനുഗ്രഹങ്ങളാവട്ടെ, അതൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നന്ദിയുള്ളവരാവുക. നമ്മളെ വിശ്വാസത്തെ അരക്കിട്ട് ഉറപ്പിക്കലാണ് ഇവിടങ്ങളിലെല്ലാം ഉഴച്ചു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതുകൂടി നാം കൃത്യമായി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹീതമാക്കി തന്ന ആ മഴയെ അതിന്റെ കാഴ്ചപ്പാടുകളും അതിന്റെ പരീക്ഷണങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ അനുഗ്രഹങ്ങളെ കുറിച്ചും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ ഇഹലോകത്ത് നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ, ഈ ഭൂമി ലോകത്ത് നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു നമുക്ക് തന്ന നൈമിഷികമായ ഈ ആയുസ്സിനെ തിരിച്ചറിയാനും ഇതുപോലെ ഒരു ലോകം തിരിച്ചു വരാനുണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് ആ റബ്ബിലേക്ക് അടുക്കാനും നന്ദിയുള്ളവരായി മാറാനുമാണ് ഇത്തരം സന്ദർഭങ്ങളിലൂടെ നാം ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൂടെ കൃത്യമായി മനസ്സിലാക്കി ആ റബ്ബിലേക്ക് അടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد اتقوا الله عباد الله أوصيكم بتقوى. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിയെ സൂക്ഷിക്കണം. വിശ്വാസികളെ, ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില മുൻകരുതലുകൾ നമുക്ക് ആവശ്യമാണ്. അതായത് മുന്നറിയിപ്പുകൾ നമുക്ക് ഈ സന്ദർഭത്തിലൊക്കെ ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. പല സന്ദർഭം ഇന്നൊക്കെ സംവിധാനങ്ങളും സൗകര്യങ്ങളും നമ്മുടെ കയ്യിലുള്ളപ്പോൾ അതിലൂടെയൊക്കെ ഒരുപാട് മെസ്സേജുകളുമായി ബന്ധപ്പെടുത്തി നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷെ പലപ്പോഴും അത് ആളുകൾ ഗൗനിക്കാറില്ല. സാധാരണ നമ്മള് വേനൽക്കാലങ്ങളിലാണ് ടൂർ പോകുന്നത് കാര്യമായിട്ടുണ്ടാകും. പക്ഷെ ഇപ്പൊ ആളുകൾക്ക് അവധിക്ക് ലഭിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്കൂളിനൊക്കെ അവധി ലഭിക്കുമ്പോൾ ചെറുതും വലുതുമായ എല്ലാവരും ഈ സന്ദർഭത്തിലാണ് അഥവാ വളരെ ദുർഘടമായ പാതകളിലൂടെ സഞ്ചരിച്ച് അപകടം വരുത്തി വെക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പലപ്പോഴും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞാൽ എത്ര പറഞ്ഞാലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മനസ്സായി പലപ്പോഴും മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഗൗരവമായി കൊണ്ട് പരിശോധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ രോഗസംബന്ധമായും പനി, അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾ ഈ സന്ദർഭത്തിൽ കോളറ വരെ ഒക്കെ ഉള്ള പല ജില്ലകളിലും അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ ഈ ബലപ്പെട്ട വയറിളക്കം, ഒരുപാട് അസുഖങ്ങളൊക്കെ ഈ സന്ദർഭത്തിൽ വല്ലാതെ അതൊക്കെ നമ്മുടെ പരിസരം, നമ്മുടെ വീട് ഒക്കെ നമ്മൾ ഏറെ ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൃത്തിയുടെ ശുദ്ധിയുടെ പാഠം കൃത്യമായി നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭൗതിക സംവിധാനങ്ങളിലും അതുപോലെ തന്നെ മറ്റു കിട്ടുന്ന മെസ്സേജുകളൊക്കെ അതിന്റെ ഭാഗമായി കൂടെ തന്നെയാണ്. നാം ഏറെ ശ്രദ്ധിച്ച് പഠിച്ചൊരു മേഖലയായിരുന്നു കൊറോണ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഏറെ ശ്രദ്ധേയമായ ത്വഹാറത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ശുദ്ധിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സംബന്ധമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏറെ ശ്രദ്ധേയമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ ഈ സന്ദർഭത്തിലും നമ്മൾ ഏറെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യണം. ശക്തമായ പനി, അതുപോലെ തന്നെ വയറിളക്കം പോലുള്ള കാര്യങ്ങളൊക്കെ, രോഗിയെ സന്ദർശിക്കുന്ന വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. ഇവിടങ്ങളിലൊക്കെ ഒരു ശ്രദ്ധയും ഒരു ഗൗരവമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അവിടെയൊക്കെ നമുക്ക് ഒരുപാട് രുചികളെയും ശുദ്ധികളെയും മേഖലയൊക്കെ ശ്രദ്ധിക്കാൻ സാധിക്കും. അതൊക്കെ നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. മഴക്കാലത്ത് പറഞ്ഞാല് പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ അവർ കളിക്കുന്ന മേഖലകൾ, അതുമായി ബന്ധപ്പെട്ട് മഴ കൊള്ളുന്ന വിഷയങ്ങളിൽ ഒക്കെ ഇന്ന് ഒരുപാട് അവധികളൊക്കെ പലപ്പോഴും മദ്രസ സ്കൂളിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? മഴ കൊണ്ടിട്ട് പനി വരുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലാത്ത മറ്റു വഴികളൊക്കെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലൊക്കെ ഒരു ശ്രദ്ധയും ഒരു ഗൗരവം നമുക്ക് ഉണ്ടാവണം. കൊതുക് പോലെയുള്ള പെരുകാതിരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു പറഞ്ഞ ആരോഗ്യ സംബന്ധമായ മേഖലകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ വീട്ടിന് പല ചുറ്റുപാടുമൊക്കെ വളരെ ഗൗരവമായി നമ്മൾ കാണുക. അതേപോലെ തന്നെ നമ്മുടെ സ്വയം രക്ഷയ്ക്ക് ഈ പറയപ്പെട്ട ആരോഗ്യ പ്രവർത്തനം അധികാരികളെ നൽകുന്ന മുന്നറിയിപ്പ് പാലിക്കാൻ മതപരമായ വിശ്വാസത്തിൽ ബാധ്യതയായി നാം തിരിച്ചറിയണം. മഴ അവധികൾ ആഘോഷിക്കാനും ടൂർ പോകാനും ഉള്ളതെല്ലാ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയാനുമാണ്. മുതിർന്നവർ പോലും അപകടകരമായ വെള്ളം നിറഞ്ഞ പാതകളിലൂടെ പരീക്ഷ നടത്താനുള്ള വാഹന ഓട്ടക്കാർ പലപ്പോഴും അപകടത്തിലേക്ക് ചളിക്കുണ്ടിലേക്ക് പോയ വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു സഹോദരന്റെ, ഒരു മനുഷ്യന്റെ വാർത്ത ഇന്നലകളിൽ വായിച്ചത് നമ്മൾ മരണപ്പെട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ആ ബോഡി തന്നെ ലഭിച്ചത് എന്ന് പോലും പറയുമ്പോൾ 1500 രൂപയ്ക്ക് വേണ്ടി ആ സഹോദരൻ അങ്ങനെ ചെയ്തുവെങ്കിൽ അതൊക്കെ അധികാരികളുടെയും അതുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്കുള്ള ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ട പോയിന്റായി കിടക്കുന്നുണ്ട് എന്നതുകൂടി നാം തിരിച്ചറിയണം. അതേപോലെ തന്നെ ഈ സമയത്ത് ജോലിക്ക് പോകാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ചിലപ്പോൾ 2-3 മാസമൊക്കെ പോകാൻ പറ്റാതെ വീട്ടിനകത്ത് തന്നെ കഴിയേണ്ടി വരുന്ന രക്ഷിതാക്കളുണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. അവരൊക്കെ നമ്മൾ തിരിച്ചറിയുകയും അവർക്ക് വേണ്ട സഹായങ്ങളും ഒക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ തന്നെ മഴയുമായി ബന്ധപ്പെട്ട് പറഞ്ഞെടുത്ത് മഴ പെയ്യുമ്പോൾ മഴ മഴ കിട്ടാൻ വേണ്ടി, അതേപോലെ മഴ കിട്ടിക്കഴിഞ്ഞാൽ മഴ കൂടുതലായിട്ടുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടത്. ഒരിക്കലും മഴക്കെതിരായിക്കൊണ്ടുള്ള മോശമായ സംസാരങ്ങളും പ്രയോഗങ്ങളും ശൈലികളും അല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുകൂടി വ്യക്തിഗതമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് മഴ അമിതമായ പ്രാർത്ഥന, اللهم هب علينا ولا علينا اللهم على الاكرام والضراب والبطول الاوديه ومنابت الشجر والنبات. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ, അതുപോലെ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളിലൂടെയാണ് വിശ്വാസം കടന്നു പോകേണ്ടത്. അതോടൊപ്പം സൂചിപ്പിച്ച പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതിന്റെ ശ്രദ്ധയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ നാം ജാഗ്രത പാലിക്കുക. സഹായം എത്തിക്കേണ്ട ഒരു സന്ദർഭത്തിൽ നാം കണ്ടെത്തുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഏറ്റവും വലിയ സേവന പ്രവർത്തനങ്ങളായി നാം അതിനെ കാണുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സന്ദർഭത്തിലും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് മനസ്സിലാക്കുകയും അതുമൂലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിയുകയും നന്ദി കാണിക്കുകയും ചെയ്യുന്ന മനസ്സുള്ളവരായി മാറാൻ പരിശ്രമിക്കുക. അള്ളാഹു കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുപ്പമായ പാപം അള്ളാഹു അവന്റെ മഹത്തായ കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ രോഗികളായി ഒരുപാട് ആളുകളുടെ വസിയത്ത് പറഞ്ഞവരുടെ എല്ലാവർക്കും അള്ളാഹു പരിപൂർണ്ണ ശിഫയും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മാഫറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മയും കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم انصر من نصر الدين. اللهم انصر إخوان المسلمين في كل مكان الذين يجاهدون لإعلاء كلمة لا إله إلا الله. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أحينا بالكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.